ചേലക്കരയുടെ ഒരു പൂർണ്ണ ചിത്രം ലഭ്യമായിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ലഭ്യമാക്കാം. അതായത് ഒന്നാം റൗണ്ടിൽ വരവൂരിലെ 1 മുതൽ 14 വരെ ബൂത്തുകളിൽ 1890 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത്. ബാക്കിയുള്ളത് പോസ്റ്റൽ ബാലറ്റ് കൂടി ചേർത്ത കണക്കാണ്. 1890 വോട്ടുകൾക്ക് LDF ഒന്നാം റൗണ്ടിൽ ലീഡ് ചെയ്തു വരവൂർ എന്ന് പറഞ്ഞാൽ ചേലക്കരയിലെ ആദ്യത്തെ 14 ബൂത്തുകളിൽ. കഴിഞ്ഞ തവണ 2024 1212 ആയിരുന്നു. അതായത് ലോക്സഭാ ഇലക്ഷനിലെ പൊസിഷനിൽ നിന്ന് LDF 600-ലധികം വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കേണ്ടത് ഒരു ട്രെൻഡ് ഇലക്ഷൻ ആയിരുന്നു. 4197 വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കെ രാധാകൃഷ്ണൻ കൊടുത്തെടുത്ത് 1890 വോട്ടുകളാണ് UR പ്രദീപിനുള്ളത്. അതായത് LDF ലോക്സഭാ ഇലക്ഷനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു ചേലക്കരയിൽ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ സൂചന. ആദ്യ റൗണ്ടിൽ തന്നെ 600-ലധികം വോട്ടുകൾ. ഷിനോജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഷിനോജി, 1816 1877 എന്ന വോട്ടിനെ LDF ക്യാമ്പ് എങ്ങനെ നോക്കിക്കാണുന്നു? അവർ പ്രതീക്ഷിച്ചതിനേക്കാളും 600-700 വോട്ട് ഇപ്പോൾ കൂട്ടാൻ കഴിയുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 1200 വോട്ടാണ് ഒന്നാം റൗണ്ടിൽ LDF ചേലക്കരയിൽ പ്രതീക്ഷിച്ചതെങ്കിൽ വരവൂരിൽ എണ്ണി വരുമ്പോൾ 1200 വോട്ടിന് ഫസ്റ്റ് റൗണ്ടിലെ പാലക്കാട്ട് വിവരം വരുന്നു. BJP 4127 വോട്ട്. ആദ്യ റൗണ്ടിൽ BJPക്ക് ലഭിച്ചത് കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് 4127 വോട്ട്. BJPയുടെ ലീഡ് 1166 തിരിഞ്ഞപ്പോൾ അവിടെ LDFന് 2124, UDFന് 3011. അതായത് കൽപ്പാത്തി മേഖലയിൽ സരിനും വോട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം LDF നമുക്ക് അറിയാം, മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വീക്കാണ് LDF. പക്ഷെ ഒന്നാം റൗണ്ടിൽ LDFന് 2124 വോട്ട്, UDFന് 3011 വോട്ട്, BJPക്ക് 4127 വോട്ട്. BJPയുടെ ലീഡ് 1166. സരിൻ അവിടെ വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് വേണം ആദ്യത്തെ ഫലസൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ. BJPക്ക് ലഭിച്ച വോട്ടിന്റെ നേർപകുതി സരിൻ സ്വന്തമാക്കിയിരിക്കുന്നു. അതായത് BJPക്ക് തൊട്ടു പിന്നാലെ 3111 വോട്ട് സമാഹരിക്കാൻ കൽപ്പാത്തി മേഖലയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊരു ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരമാണെന്ന് ഉറപ്പിക്കാം. ആദ്യത്തെ ഫലസൂചനയിൽ നിന്ന് 3 കൂട്ടരും അവരുടെ വോട്ട് സമാഹരിച്ചിട്ടുണ്ട്. BJP പ്രതീക്ഷ 2607 നിന്ന് വിഭിന്നമായി 1166 അവർക്ക് ലീഡായിട്ടുള്ളൂ. 1166 അല്ല BJP അവിടെ പ്രതീക്ഷിച്ചത്. ജയിക്കണമെങ്കിൽ അത് പോരാ. LDF വോട്ട് പിടിച്ചു എന്നതാണ് ആദ്യ റൗണ്ടിലെ LDF വോട്ടുകൾ ഒഴുകി പോകുന്നില്ല ഒരു ഭാഗത്തേക്കും. അങ്ങനെയാണെങ്കിൽ അത് ഈ മണ്ഡലം മുഴുവൻ വ്യാപിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ ബൂത്തിലെ ഇതിൽ തീരുമാനമാവുള്ളൂ. എന്ന് പറയുന്ന ആദ്യ ഇടങ്ങളിൽ നിന്ന് BJPക്ക് വിചാരിച്ചത്ര വോട്ട് സമാഹരിക്കാൻ ഈ ട്രെൻഡ് തുടർന്നാലോ? ഇപ്പൊ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന്, CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്കും പ്രതീക്ഷിച്ചത്ര വോട്ട് സമാഹരിക്കാൻ കഴിയില്ല. ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നത്, ഈ പറയുന്ന ത്രികോണ പോർ എന്ന് പറയുന്നത് എല്ലായിടങ്ങളിലേക്കും വ്യാപിക്കുകയാണെങ്കിൽ പാലക്കാട് 15 മുതൽ 28 വരെ ബൂത്തുകൾ, അതായത് കല്ലേപ്പുള്ളി പുത്തൂർ മേഖല, അത് ഇതായത് കൽപ്പാത്തിയോളം BJPക്ക് പ്രാമുഖ്യമുള്ള ഇടങ്ങളല്ല. BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിലും അവിടെ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും 911 വോട്ടിന് മേൽക്കയാണുള്ളത്. കൽപ്പാത്തിയും കുമാരപുരവും ഉൾക്കൊള്ളുന്ന ആദ്യത്തെ 14 ബൂത്തുകളുടെ അത്രയും പ്രാമുഖ്യമുള്ള ഇടമല്ല BJPയെ സംബന്ധിച്ച് കല്ലേപ്പുള്ളി പുത്തൂർ മേഖല. അപ്പോൾ ആ കല്ലേപ്പുള്ളി പുത്തൂർ എണ്ണുമ്പോൾ തന്നെ UDF ലീഡ് പിടിക്കുമോ? രണ്ടാം റൗണ്ടിൽ UDF തിരിച്ചു പിടിക്കുമോ? അതോ ലീഡ് ഒരു 300-400 പരിസരത്തേക്ക് ചുരുങ്ങുമോ? കൗതുകകരമാണ് കേട്ടോ പാലക്കാട്, കൗതുകകരമാണ്. ചേലക്കരയുടെ ആദ്യ റൗണ്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ചേലക്കരയിൽ 1890 വോട്ടിന്റെ ലീഡ് UR പ്രദീപിനുള്ളപ്പോൾ LDF ആകെ സമാഹരിച്ചത് 6110 വോട്ടുകളാണ്. തൊട്ട് പിന്നാലെ UDF 4120 വോട്ടുകളും BJP 2130 വോട്ടുകളും അവിടെ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. പാലക്കാട്ടേക്ക് കൗതുകപൂർവ്വം നമുക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ആദ്യ റൗണ്ടിൽ അഭിലാഷ് പറഞ്ഞ പോലെ ഈ വോട്ടിന്റെ കുറവ്, BJPയുടെ വോട്ടിന്റെ കുറവ് അവിടെ സരിൻ സാന്നിധ്യം അറിയിക്കുന്നു എന്നതുകൂടി പ്രധാനമാണ്. അതേസമയം UDFന് 3011 എന്ന മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താനും കഴിഞ്ഞു. UDFന് 3011 വോട്ട് ലഭിച്ചപ്പോൾ BJPക്ക് ലഭിച്ചത് 4127 വോട്ടാണ്. ആദ്യ റൗണ്ടിൽ 2607 എന്ന പഴയ ലീഡ് 1166 കൂപ്പുകുത്തിയിരിക്കുകയാണ്. പാലക്കാട് നഗരമാകെ എണ്ണിക്കഴിയുമ്പോൾ ടോട്ടൽ NDAയുടെ വോട്ട്, ടോട്ടൽ BJP ക്യാൻഡിഡേറ്റ് ലഭിച്ച വോട്ടിന്റെ പകുതിയേക്കാൾ കുറവാണ് LDFന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട്. അതിൽ നിന്ന് അല്പം കൂടി മുകളിലേക്ക് കയറുമ്പോൾ പാലക്കാട് നഗരമാകെ എണ്ണിക്കഴിയുമ്പോൾ സരിൻ വളരെ വ്യക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടം മുന്നേറി പോകുമോ? പാലക്കാട്ട് നഗരം തന്നെ എണ്ണുമ്പോൾ അതോ ഇപ്പോൾ ഈ കൽപ്പാത്തിയിലടക്കമുണ്ടായ BJPയുടെ തിരിച്ചടി അത് മറികടക്കാൻ അടുത്ത ബൂത്തുകളിൽ കഴിയുമോ എന്ന വലിയ കൗതുകമാണ്. കല്ലേപ്പുള്ളി പുത്തൂർ മേഖലകൾ എണ്ണുമ്പോൾ BJPയുടെ ലീഡ് പ്രകടമായി കുറയുകയാണ് എങ്കിൽ BJPയെ സംബന്ധിച്ച് വലിയ ഹോപ്പുകളില്ല. 900-ലധികം വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ തവണ രണ്ടാം റൗണ്ടിൽ. ഏറെക്കുറെ
ഏറെക്കുറെ 10,000 വോട്ട് ലീഡ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ ആത്മവിശ്വാസം. അവിടെയാണ് 2021 അപേക്ഷിച്ച് ബി.ജെ.പിയുടെ ലീഡ് പകുതിയായി കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കല്ലേപ്പുള്ളി അടക്കമുള്ള ഇടങ്ങളിൽ 900-നടുത്ത് മാത്രമാണ് കഴിഞ്ഞ തവണത്തെ ലീഡെങ്കിൽ അവിടെ നിന്നും ഇതേ ട്രെൻഡ് തുടരുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്ക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബി.ജെ.പിയുടെ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അമിത ആത്മവിശ്വാസമോ സന്ദേശമോ ഒന്നുമില്ലാതെയാണ് ഈ സമയത്ത് വരുന്ന ഒരു കണക്കുകളെ നോക്കിക്കാണുന്നത്. ആകാംക്ഷയുടെ നെഞ്ചെടുപ്പിന്റെ നിമിഷങ്ങൾ തന്നെയാണ് ഓരോ മുന്നണിയുടെയും ക്യാമ്പ്. ആദ്യ റൗണ്ടിലെ ലീഡിനെ പകുതിക്ക് താഴേക്ക് ബി.ജെ.പി കൂപ്പുകുത്തി എന്ന് പറയുമ്പോൾ ഇതൊരു ട്രെൻഡിന്റെ സൂചനയാണോ? യു.ഡി.എഫ് അനുകൂലമായ കാണേണ്ടത് ഒറ്റ കാര്യം പിടിക്കുന്നതിന്റെ ഇഞ്ചോടിഞ്ച് ഫൈറ്റിലേക്ക് പോകുന്നതാണോ എന്ന് അല്ല, നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കഴിഞ്ഞ തവണ മത്സരിച്ചത് മെട്രോമാൻ ഇ ശ്രീധരനാണ്. നിഷ്പക്ഷ വോട്ടുകൾ ഏറ്റവും അധികം സമാഹരിക്കാൻ കഴിയുന്ന ആളാണ് ഇ ശ്രീധരൻ. ഇ ശ്രീധരൻ പിടിച്ച വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കണം. പക്ഷെ പൊളിറ്റിക്കലി വലിയ തോതിൽ വോട്ട് ബി.ജെ.പിക്ക് പൂൾ ചെയ്യാൻ കഴിയുന്ന വടക്കുംതറ, ചുണ്ണാമ്പുതറ, മൂത്താൻതറ മേഖലകൾ 4ാമത്തെ റൗണ്ടിൽ വരുമ്പോൾ അത് ഈ പറഞ്ഞ വ്യക്തിപ്രഭാവം കൊണ്ടല്ല, മറിച്ച് ഈ പറഞ്ഞ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ്. അവിടെ ഈ പെർഫോമൻസിന് അപ്പുറമുള്ള പെർഫോമൻസ് ഒരുപക്ഷെ മെട്രോമാനെ വെല്ലുന്ന പെർഫോമൻസ് ഒരുപക്ഷെ കാഴ്ചവെക്കാൻ കഴിഞ്ഞേക്കാം. വെണ്ണക്കര, പള്ളിപ്പുറം, കളിക്കാട് മേഖലയും അതുപോലെ തന്നെ മൂത്താന്തറ, ചുണ്ണാമ്പുതറ, വടക്കുംതറ മേഖലയും വലിയ തോതിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് പ്രാമുഖ്യമുള്ള ഏകപക്ഷീയമായ ഇടങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും കൃഷ്ണകുമാറിന് പ്രതീക്ഷ ഉയർത്താൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ കൽപ്പാത്തി ഇങ്ങനെ കുതികാൽ വെട്ടുമെന്ന് ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാകില്ല ബി.ജെ.പി ക്യാമ്പ്. ആദ്യ റൗണ്ടിൽ 14 ബൂത്തുകൾ പാലക്കാട് നഗരസഭയിൽ എണ്ണിയപ്പോഴാണ് ബി.ജെ.പിക്ക് വലിയ നിരാശ നൽകുന്ന തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷ ലീഡിനേക്കാൾ പകുതിയിൽ താഴേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. 1116ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. 2607 എന്ന ഈ ശ്രീധരന്റെ മെട്രോമാന്റെ ലീഡ് എന്നത് വളരെ പ്രധാനം.